പനയമ്പാടത്തെ വാഹനാപകടമാണ് ഇതിനു മുൻപ് നമ്മളെ കണ്ണീരിലാഴ്ത്തിയത്. 4 കുട്ടികൾ മരിച്ചതിന് പിന്നാലെ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രദേശത്ത് ഉദ്യോഗസ്ഥർ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. പനയമ്പാടത്ത് ലോറി മറിഞ്ഞ 4 വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടമായ അപകടത്തിന് ശേഷം നാട്ടുകാരുടെ മുഴുവൻ പരാതി ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഈ കരിമ്പ പഞ്ചായത്തിലെ ഈ മേഖലകളിലുള്ള റോഡിനെ കുറിച്ചും അതുപോലെ തന്നെ അധികൃതരെ കുറിച്ചുമായിരുന്നു. വളരെ മിനുസമുള്ള പ്രതലമാണ് ഈ റോഡിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ പനയമ്പാടത്തെ ഈ കൊടും അപകട വളവും പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പലതവണ അധികൃതർക്ക് പരാതി നൽകിയതാണ്. പക്ഷേ ഇതിനൊന്നും കൃത്യമായി അധികൃതർ ഇടപെടൽ നടത്തിയിരുന്നില്ല. ഇതിനെ തുടർന്ന് തന്നെ ഈ അപകടമുണ്ടായി. ആ അപകടത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയതാണ്. ഈ പ്രതിഷേധം ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇന്നലെ ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നാട്ടുകാരുടെ എല്ലാം നേതൃത്വത്തിൽ പനയമ്പാടത്ത് വിവിധ രീതിയിലുള്ള സമരങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് പനയമ്പാടത്തെത്തി ഇവിടുത്തെ ഈ അപാകതകൾ റോഡുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായി മന്ത്രി അറിയിച്ചിരുന്നത് ഈ റോഡിൽ പ്രത്യേകിച്ചും ഈ പനയമ്പാടത്തെ ദുബായ് കുന്ന് മുതൽ ഈ മരമില വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായി തന്നെ ഡിവൈഡറുകൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇവിടെ ഗതാഗത പരിഷ്കരണവും അതുപോലെ തന്നെ ഈ പാർക്കിംഗ് പരിഷ്കരണവും നടപ്പാക്കുമെന്നായിരുന്നു. ഏതായാലും അതിൻ്റെ ആദ്യഘട്ടമായാണ് ഇപ്പോൾ ഈ വാട്ടർ ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ റോഡ് കൃത്യമായി തന്നെ വീതിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ അപകടമുണ്ടായ ദിവസം മണ്ണാർക്കാട് ഭാഗത്ത് വരികയായിരുന്ന ഈ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി പെട്ടെന്ന് വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് തിരിച്ച് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സിമൻറ്റ് ലോറിയിൽ വന്ന് ഇടിച്ച് ഈ അപകടം ഉണ്ടായത്. ഏതായാലും ഇനി അത്തരത്തിലുള്ള ഈ റോഡ് കാണാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് ഈ ഡിവൈഡറുകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇവിടെ ഈ പനയമ്പാടം മേഖലയിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അത് എതിർവശത്തേക്ക് മാറ്റാൻ മന്ത്രി നിർദ്ദേശം കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത സേഫ്റ്റി ഓഡിറ്റ് പരിശോധനയും ഈ മേഖലയിൽ നടന്നിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഡിവൈഡറുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ മേഖലയിൽ സുരക്ഷിത രീതിയിലുള്ള ഗതാഗതം നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള ഇടപെടലുകൾ ഇപ്പോൾ അധികൃതർ ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നടന്ന അപകടങ്ങൾക്ക് ശേഷമെങ്കിലും കൃത്യമായി ഒരു ഇടപെടൽ ഇത്തരത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഈ 4 ജീവനുകൾ നഷ്ടമാവുമായിരുന്നില്ല. ഏതായാലും ഈ പനയമ്പാടത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണങ്ങൾ നടത്താൻ വേണ്ടി മന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. നാളെ തന്നെ ഈ റോഡിൻ്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മില്ലിംഗ് ഉൾപ്പെടെ ആരംഭിക്കുമെന്നും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഇവിടെ ഈ മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ചൊവ്വാഴ്ചയോടുകൂടി IIT-യുടെയും അതുപോലെ തന്നെ നാറ്റ്പാക്കിൻ്റെയും കഴിഞ്ഞ ദിവസം നടന്ന സേഫ്റ്റി ഓഡിറ്റിങ്ങിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പരിഷ്കരണങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ഇടപെടലുകൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിഹരിക്കാൻ കൂടുതൽ ഇടപെടലുകൾ ഉദ്യോഗസ്ഥരും സർക്കാരും ചേർന്ന് ഒരുക്കുക. ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടമായാണ് ഇപ്പോൾ പനയമ്പാടത്ത് ഇത്തരത്തിൽ ഡിവൈഡറുകൾ തിരിച്ചുകൊണ്ട് ഗതാഗത പരിഷ്കരണം നടത്തിക്കൊണ്ട് പാർക്കിംഗ് പരിഷ്കരണം നടത്തിക്കൊണ്ട് ഇവിടെ ഈ റോഡിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.